ഇനി നമ്മളിത് സ്പീഡ് മോഡിലേക്ക് ഇടും. ഇന്ന് നമ്മൾ എയിമുള്ളത് FMSന്റെ ഹമ്മർ EV. ശരിക്കും FMSന്റെ ഓൾറെഡി 2 വണ്ടികൾ നമ്മൾ എയിമുണ്ട്. ഒന്ന് നമ്മളെ FMS കേട്ടൻ, പിന്നെ നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള നമ്മളെ FMSന്റെ LC8. അതിന് ശേഷം നമ്മളെ എയിമിൽ വന്ന വണ്ടിയാണ് FMSന്റെ ഹമ്മർ EV. ലുക്കും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല, കിടിലം പോലത്തെ ലുക്ക്. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ 1/18 സ്കെയിലിൽ വരുന്ന ഒരു കിടില ഹോബി ഗ്രേഡ് ക്രൗളർ. FMSന്റെ ഈ ഒരു സ്കെയിലിൽ വരുന്ന LC8 നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളെ മേൽ വരുന്ന സാധനമാണ് ഈ FMSന്റെ ഹമ്മർ EV. ഒഫീഷ്യലി ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആട്ടാ. അതുകൊണ്ട് ഇത് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹമ്മറിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബമ്പറിന്റെ മുകളിൽ GMC എന്നുള്ള ടാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പറിന്റെ മുകളിൽ നമ്മൾ ഈ ഹുക്കൊക്കെ ചെയ്യാനുള്ള സാധനം ജസ്റ്റ് ഒന്ന് 3D പ്രിന്റ് ചെയ്ത പോലെ വെച്ചിട്ടുണ്ട്. ഫംഗ്ഷനിങ് അല്ല. പിന്നെ ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, എന്തൊരു സാധനം. അവിടെ നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ലൈറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം കറന്റ് അവിടെ ബ്ലാങ്കാ. പിന്നെ ഒരു കിടിലം പോലത്തെ ബമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. ബമ്പർ ഓൾമോസ്റ്റ് ഫ്രണ്ടിലത്തെ ആ ബോഡിക്ക് കണക്കായിട്ടാട്ടാ വരുന്നത്. ചെറിയൊരു ഇഞ്ചിന്റെ ഇത് വ്യത്യാസം മാത്രമേ ഉള്ളൂ ബമ്പറും ബോഡിയും തമ്മിൽ. ആക്ച്വലി ഇവിടുന്ന് കുറച്ചുകൂടി പുറത്തേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വണ്ടിയുടെയും കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിന് അധികം ഡാമേജ് പറ്റാണ്ടിരിക്കും. പക്ഷേങ്കിൽ വണ്ടീൻ്റെ ഒറിജിനൽ ലുക്ക് പോയല്ലോ. അതുകൊണ്ട് അതുപോലെ തന്നെ ആക്കിയത് അവർ. ബാക്കിൽ വെക്കുകയാണെങ്കിൽ ഒരു കിടിലം പോലത്തെ ബമ്പർ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഹമ്മറിന്റെ ടാഗും കാര്യങ്ങളും വന്നിട്ടുണ്ട് ബാക്കിൽ. പിന്നെ സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റിയ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ലോഡും കാര്യങ്ങളും എടുത്തിട്ട് ഓടിക്കാം. എന്തെങ്കിലും ബാഗാ, പെട്ടിയാ, സഞ്ചിയാ, അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കാം. പിന്നെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ കിടിലാൻ പോലത്തെ ഇന്റീരിയറും കാര്യങ്ങളും കൊടുത്തിട്ടാ. വണ്ടി മേടിക്കുമ്പോൾ ഡ്രൈവറെ വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം ഉള്ളിൽ ഡ്രൈവർ ഉണ്ട് ഓൾറെഡി. സ്റ്റിയറിംഗ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഗിയർ ബോക്സ് ഇല്ലാട്ടാ. ബാക്കിയുള്ള സീറ്റും പരിപാടികളും ഉണ്ട്. ബാക്കിലുള്ള സീറ്റ് ഒഴിവുണ്ട് വേറെ ആൾക്കാർ ഇരുത്തിക്കുണ്ടെങ്കിൽ. പിന്നെ സൈഡ് വ്യൂ മിററിന്റെ ഉള്ളിൽ കണ്ണാടിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണണമെങ്കിൽ നമ്മൾ ഉള്ളിൽ ഇരുന്നിട്ട് എങ്ങനെ നോക്കേണ്ടി വരും. എന്തായാലും കണ്ണാടി ഉണ്ട് അതിനുള്ളിൽ. പിന്നെ ഡോർ തുറക്കാനുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഡോർ തുറക്കാൻ പറ്റില്ല. പിന്നെ സൈഡിൽ HEV ഒരു ടാഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആൾക്കാർക്ക് ചവിട്ടി കയറാൻ പറ്റിയ ഫുഡ് സ്റ്റെപ്പും പരിപാടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ടയർ അത്യാവശ്യം നല്ല അടിപൊളി ടയർ കേട്ടാ. ഭയങ്കര ഹൈറ്റുള്ള ടയറാണ്. ടയർ വണ്ടിക്ക് പൊതുവേ ഹൈറ്റ് കൂടുതലാണ് വിഡ്ത്തിനെ കാട്ടും. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് പോയിട്ട് ഒരു വളവ് കളച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് മറിഞ്ഞു കിടക്കും. കുറച്ച് വിഡ്ത്ത് കൂടുതലാണ്. ഹൈറ്റും ഉണ്ട്, പക്ഷേങ്കിൽ വിഡ്ത്ത് കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇവർ ഹൈറ്റ് കുറച്ച് കൂട്ടി കളഞ്ഞു. അതിനിപ്പം ടയറിന്റെ ഹൈറ്റ് കൂടിയോണ്ടാണെന്നോ അതോ വണ്ടിയുടെ പ്രൊപ്പോർഷൻ അങ്ങനെ ആയതുകൊണ്ടാണെന്നോ അറിയില്ല. ഇതെന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കല്ലും മണ്ണും കാര്യങ്ങളും കയറുമ്പോൾ ചെറിയൊരു കേവ് എടുക്കുമ്പോൾ തന്നെ വണ്ടി മറിഞ്ഞു വിടും. ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ ടയർ നമുക്ക് മാറ്റിയിട്ട് കുഞ്ഞി ടയർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നം സോൾവ് ആകും കേട്ടോ. പിന്നെ ഫ്രണ്ടില് നമ്മളെ ഗ്രില്ലിന്റെ മുകളിൽ ലൈറ്റും പരിപാടി ഉണ്ട് കേട്ടോ. ശരിക്കുള്ള ഹമ്മർ എങ്ങനെയാണോ അതുപോലെ തന്നെ നീളത്തിലൊരു ഹെഡ്ലൈറ്റ് ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററും പരിപാടികളുണ്ട്. ബാക്കിൽ ബ്രേക്ക് ലൈറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, താഴെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഇൻഡിക്കേറ്ററിന്റെ കണക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ലൈറ്റ് ചെയ്യും. ബാക്കിയുള്ള 1/18 സ്കെയിൽ FMS വണ്ടികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഊരിയാൽ മാത്രമേ നമുക്ക് ഈ ബോഡി എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ഹമ്മർ EVന്റെ അകത്ത് അടിയിലൊരു ക്ലിപ്പ് ഉണ്ട്. അത് പുഷ് ചെയ്ത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് ചെറുങ്ങനെ മുമ്പോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ ഈ വയറും കാര്യങ്ങളും ഒരു കളഞ്ഞാൽ വയറും കാര്യങ്ങളിൽ വരുമ്പോൾ ആദ്യം ഫോട്ടോ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പിന്നെ കുത്താൻ മറന്നു. കുത്താൻ നോക്കുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. വണ്ടിന്റെ ചേസിയും കാര്യങ്ങളിലും അടിപൊളി കേട്ടാ. വണ്ടിന്റെ ചേസിയും കാര്യങ്ങളിലും നോക്കുകയാണെങ്കിൽ ഫുൾ മെറ്റലാട്ടാ. ചേസി മെറ്റലാണ്. നമ്മളെ ടയറിലേക്ക് പോകുന്ന ലിങ്കും കാര്യങ്ങളിലും മെറ്റലാണ്. അതുപോലെ നമ്മളെ ചേസി മെറ്റലാണ്. നമ്മളെ ഡ്രൈവ് ഷാഫ്റ്റും കാര്യങ്ങളിലും പ്ലാസ്റ്റിക് ആട്ടാ. പിന്നെ സസ്പെൻഷൻ സ്പ്രിങ്ങും പരിപാടിയൊന്നുമില്ല, ഫുള്ള് ഓയിൽ ഫിൽഡ് സസ്പെൻഷൻ ആട്ടാ. അത് അത്യാവശ്യം നല്ല രസമുണ്ട്. സസ്പെൻഷനും കാര്യങ്ങളിലും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി.
ഇതാണ് നമ്മൾ റിമോട്ട്. FMSന്റെ റിമോട്ടും കാര്യങ്ങളിലെ സെയിം ആട്ടാ. LC80ന്റെ സെയിം റിമോട്ടും പരിപാടികളാണ് വന്നിട്ടുള്ളത്. പവർ ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ്, ത്രോട്ടിൽ ട്രിം, സ്റ്റിയറിംഗ് ട്രിം, ത്രോട്ടിൽ ഡ്രൈവ്, സ്റ്റിയറിംഗ് ഡ്രൈവ്, അതുപോലെ നമ്മള് സ്റ്റിയറിംഗും ത്രോട്ടിൽ ഇൻവേർട്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഇവർ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിന്റെ എല്ലാം മെയിൻ സ്വിച്ച് പോലെ കുറെ സ്വിച്ചും പരിപാടികളും കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്വിച്ചിന്റെ അകത്ത് ഏറ്റവും ലാസ്റ്റിലുള്ള 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഗ് ബ്രേക്കിന്റെ സ്വിച്ച് ആട്ടാ. 50, 100 ആയിട്ട് അത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് ഫുൾ ഡ്രാഗ് ബ്രേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ റിലീസ് ആയിട്ടുണ്ട്. വണ്ടീന്റെ പവർ ബട്ടൺ വരുന്ന അടിയിലാട്ടാ. അത് നല്ല വാട്ടർ പ്രൂഫ് സീലിംഗ് എല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിന്റെ റെസ്പോൺസും കാര്യങ്ങളും അടിപൊളിയാട്ടാ. പിന്നെ ഇവർ ഈ സർവോന്റെ മുകളിൽ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അത് ഏടി നമുക്ക് യൂസ്ഫുൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഇതുപോലെ കുത്തനെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ഇതുപോലെയെല്ലാം വണ്ടി നിൽക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗിന്റെ മുകളിൽ നല്ലപോലെ ലോഡ് വരും. അപ്പൊ ഈ സർവോന്റെ മുകളിലേക്ക് ലോഡ് കൊടുക്കാണ്ട് ഈ സ്പ്രിങ് ഈ ലോഡ് എടുക്കും. മനസ്സിലായി? നമ്മൾ എക്സ്ട്രാ ഇപ്പം ഞാനിപ്പോൾ ഇത് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ നോർമലി സർവോന്ന് ഡയറക്റ്റ് വരുന്നതാണെങ്കിൽ ഈ സർവോ ആണ് തിരിയുക. പക്ഷേങ്കിൽ ഇപ്പൊ ആ സ്പ്രിങ് ആണ് തിരിയുന്നത്. അതുകൊണ്ട് നമ്മൾ സർവോന് കുറച്ചുകൂടി ലോഡും കാര്യങ്ങളും കുറക്കാൻ പറ്റും. സർവോന്റെ ലൈഫ് കൂടും. അല്ലെങ്കിൽ നമ്മൾ ഈ വെറുതെ ഒക്കെ തിരിച്ചു കളിച്ച് കഴിഞ്ഞാൽ വണ്ടിന്റെ സർവോ കംപ്ലൈന്റ് ആയി പോകും. പക്ഷേങ്കിൽ ഇതിപ്പം കറന്റ്ലി ഈ സ്പ്രിങ് മാത്രമാണ് ഈ ലോഡ് എടുക്കുന്നത്, സർവോ ലോഡ് എടുക്കുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. വണ്ടീൻ്റെ അത് 2 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത്. ഈ ഒരു സ്വിച്ച് ഫുള്ള് ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്രൗളിംഗ് മോഡ്. ഇത് ക്രൗളിംഗ് മോഡാട്ടാ. ഇനി നമ്മൾ ഇത് സ്പീഡ് മോഡിലേക്ക് ഇടുന്നു. ഇതാണ് ഇതിന്റെ സ്പീഡ് മോഡ്. അത്യാവശ്യം നല്ല സ്പീഡും പരിപാടികളുണ്ട്. പിന്നെ ക്രൗളിംഗിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഡ്രാഗ് ബ്രേക്കും കൂടി ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുന്നും പരിപാടികളിൽ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. വണ്ടിക്ക് ഓവറോൾ ഈ ബോഡീന്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ കുത്തനെയുള്ള കുന്നല കയറുമ്പോൾ വണ്ടി ബാക്കോട്ടേക്ക് മറിഞ്ഞു കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ വേണമെങ്കിൽ ചേസിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങളെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വണ്ടീന്റെ അകത്ത് ലൈറ്റും പരിപാടിയെല്ലാം ഉണ്ട്. ഈ ഒരു ബട്ടൺ ഫസ്റ്റ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ്, പിന്നെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്, ഒന്നും കൂടി ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഹസാർഡ് ലൈറ്റ് പോലത്തെ പരിപാടി ബാക്കിലുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിൽ ബ്ലിങ്കിങ് ഇല്ലല്ലോ. പിന്നെ ഒന്നും കൂടി നിൽക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഓഫ് ആവും. നമ്മൾ വണ്ടി തിരിക്കുന്നതിന് കണക്കായിട്ട് ഇൻഡിക്കേറ്റർ എത്തും. ആക്ച്വലി ബാക്കിൽ ഇൻഡിക്കേറ്റർ ഇല്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അത് പരിപാടിയാണ് ബാക്കിലായിരിക്കില്ലേ കാണണ്ടേ? ഓക്കെ, ബാക്കിൽ ഇൻഡിക്കേറ്റർ ഇല്ല. പിന്നെ ഒന്നും കൂടി നമ്മൾ വെക്കുകയാണെങ്കിൽ ഓഫ്, ഒന്നുമില്ല. ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ ഹെഡ് ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്റർ, ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്ററും ഹെഡ് ലൈറ്റും, പിന്നെ ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ ഹസാർഡ് ലൈറ്റ്. നമുക്ക് ഈ വണ്ടി അയച്ചാൽ നമ്മളെ യൂക്ലിക്കിന്റെ പേജ് നേട്ടാ. ഇവരെ തമ്മിൽ ഇതുപോലത്തെ വേറെയും കുറെ ക്രൗളറും എല്ലാ പരിപാടികളും ഉണ്ട്. ഇവരെ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റിൽ വരുന്ന ടോയ് ഗ്രേഡ് വണ്ടികളും പിന്നെ നമ്മളെ ഇതുപോലത്തെ ഹോബി ഗ്രേഡ് വണ്ടികളും എല്ലാം ഉണ്ട്. ഇവരെ വെബ്സൈറ്റിന്റെ അകത്ത് കിടിലം പോലത്തെ ഹോട്ട് വീൽസിന്റെ കളക്ഷനും ഉണ്ട് കേട്ടോ. ഹോട്ട് വീൽസ്, ഡൈകാസ്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ കളക്ഷൻസും ഉണ്ട്. അതുപോലെ നമ്മൾ ഈ കാറിന്റെ മുകളിലെല്ലാം വെക്കുന്ന ജെറി ക്യാൻ, ബോക്സ്, അതുപോലത്തെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇവർ സെല് ചെയ്യുന്നുണ്ട്. നമ്മളെ വണ്ടീന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,000 രൂപ. ഇത് വാങ്ങാനുള്ള ലിങ്കും പരിപാടികളിലും നമ്മൾ താഴെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, ബൈ.